വി എസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വി എസിൻ്റെ പേരിലാണല്ലോ തുടങ്ങിയത്. അന്ന് സാധാരണ നാട്ടിൻപുറത്തുകാർക്ക് പകുതി നിരക്കിൽ ഈ ലാബ് പകുതി നിരക്കിൽ ബ്ലഡ് യൂറിനൊക്കെ നോക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നാട്ടിൽ തുടങ്ങിയത്. വി എസിൻ്റെ കാലശേഷം അത് വി എസിൻ്റെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് വി എസിൻ്റെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. അതെ അതെ, ഇപ്പോൾ ഇനി വി എസിൻ്റെ പേരിലാണ് ജനകീയ ലാബ് അറിയപ്പെടുന്നത്. വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് ബി ചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട്. സഖാവ് വിട വാങ്ങിയിരിക്കുമ്പോൾ ലതീഷ് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു പ്രവർത്തന കാലഘട്ടത്തെ? എങ്ങനെ മിസ് ചെയ്യും അദ്ദേഹത്തിന്? ഒരു ചരിത്ര പുരുഷനായിട്ട് വേണം ഇപ്പോൾ ലോകം അടയാളപ്പെടുത്തുകയാണ്. ഇന്നലെ ഏതാണ്ട് 2 മണിക്കൂർ തുടങ്ങിയ വിലാപയാത്ര 3 മണിക്കൂർ കൊണ്ട് ആലപ്പുഴ സാധാരണഗതിയിൽ വരേണ്ട വിലാപയാത്ര ഈ സമയമായിട്ട് പോലും 18 മണിക്കൂറാകുന്നു വിലാപയാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ കേരളത്തിലെ ജനം എങ്ങനെ വി എസിനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്രയും വലിയ ജനസാഗരം. രാത്രിയും പകലും ഞാൻ അതിനോടൊപ്പം സഞ്ചരിച്ച് വരികയായിരുന്നു. കായംകുളത്തെ മാത്രമാണ് മാറിയത്. കൊല്ലത്തും ചിന്നക്കടയിൽ വൻ ജനാവലിയാണ്, കുട്ടികളടക്കം, അതായത് ചെറിയ കുട്ടികളടക്കമുള്ള വലിയ ജനാവലിയാണ് വി എസിന് അന്തിമോചനം അർപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്. മണിക്കൂറുകൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും വി എസിന് എത്രമാത്രം ഈ കേരളത്തിലെ ജനത നെഞ്ചോട് ചേർക്കുന്നു എന്നത് ആ ജനസാഗരം കൊണ്ട് തന്നെ മനസ്സിലാക്കും. ഒരു ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു വിലാപയാത്ര. ഇതുവരെ കേരളത്തിലെ ഒരു നേതാക്കന്മാർക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള വലിയ ഒരു വിടവാങ്ങലാണ് വി എസിന് കേരളത്തിലെ ജനം നൽകുന്നത്. വി എസിൻ്റെ ഓർമ്മയിലൊരു ലാബ് തുടങ്ങിയതായിട്ട് കഴിഞ്ഞ ദിവസം അറിഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ ഒരു? വി എസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വി എസിൻ്റെ പേരിലാണല്ലോ തുടങ്ങിയത്. അന്ന് സാധാരണ നാട്ടിൻപുറത്തുകാർക്ക് പകുതി നിരക്കിൽ ഈ ലാബ് പകുതി നിരക്കിൽ ബ്ലഡ് യൂറിനൊക്കെ നോക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് നാട്ടിൽ തുടങ്ങിയത്. വി എസിൻ്റെ കാലശേഷം അത് വി എസിൻ്റെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് വി എസിൻ്റെ പേരിലാണ് ഇട്ടിരിക്കുന്നത്. അതെ അതെ, ഇപ്പോൾ ഇനി വി എസിൻ്റെ പേരിലാണ് ജനകീയ ലാബ് അറിയപ്പെടുന്നത്. വി എസിൻ്റെ CM ആയിട്ടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെട്ടിരുന്നത്? എങ്ങനെയാണ് അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്ന ഒരു പരാതി കൊണ്ട് വി എസിനോട് കൊടുത്താൽ ആ പരാതി ഈ ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ തുടങ്ങുന്ന പരാതി ആ ബഹുമാനപ്പെട്ട തൊട്ട് അവസാനത്തെ ഒപ്പ് വരെ അല്ലെങ്കിൽ ഡേറ്റ് വരെ വി എസ് വായിച്ചെടുക്കുന്നതാണ്. അദ്ദേഹത്തിന് അതൊരു ശീലമായിരുന്നു. എല്ലാം കല്യാണക്കുറി കൊടുത്താലും മുഴുവൻ വായിക്കും. ഒരു അക്ഷരം വിടാതെ വി എസ് വായിച്ചു നോക്കും. എൻ്റെ ഓർമ്മയിൽ ഒരു SI ആയിട്ട് ബന്ധപ്പെട്ട് പരാതി ഡയറക്റ്റ് SIനെ വിളിക്കുകയാണ് മുഖ്യമന്ത്രി. എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറെ വിളിക്കാൻ വെച്ചാൽ വില്ലേജ് ഓഫീസറെ വിളിക്കുകയാണ്. അല്ലാതെ അതിന് മുകളിലുള്ള റവന്യൂ സെക്രട്ടറിയോ DGP അല്ലോ വിളിക്കുന്നത്. ആരാണോ ഈ പരാതി പരിഹരിക്കേണ്ട ആൾ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയാണ്. വിളിച്ചു തരാൻ പറയുന്നത് വിളിക്കുന്നു. അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ എത്ര 3-4 പേജുള്ള പരാതിയാണെങ്കിലും ആ 4 പേജ് ഇരുന്ന് വായിച്ച ശേഷമാണ് വി എസ് അതിന് ഒരു പരിഹാരം കാണുന്നത്. അത് മറ്റ് നേതാക്കന്മാരാരും കാണാത്തൊരു വലിയ സ്വഭാവമാണ്. താഴെത്തട്ടിൽ നിന്നും ഈ പാർട്ടി പ്രവർത്തനം നടത്തി വന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് വന്ന അതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ഈ കൊണ്ട് കൊടുക്കുന്ന പരാതിയെല്ലാം വായിച്ചു നോക്കുന്നു. ഇനി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഉണ്ടാവും എന്ന കാര്യവും സംശയമാണല്ലേ? അദ്ദേഹത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്. വലിയ നഷ്ടം തന്നെയാണ്. ഇതുവരെ അത്തരത്തിൽ ജനകീയനായ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഇനി ഉണ്ടാകുന്നൊരു പ്രതീക്ഷയുമില്ല. കണ്ടോൺമെൻറ് ഹൗസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വി എസ് മുഖ്യമന്ത്രി ആയതിനേക്കാളും കൂടുതൽ കണ്ടോൺമെൻറ് ഹൗസിലാണല്ലോ. ഏത് ഒരു സങ്കടമായി കണ്ടോൺമെൻറ് ഹൗസിൽ ചെല്ലുന്നവരെ തിരിച്ചിറങ്ങുമ്പോൾ അവർ സന്തോഷിച്ചിറങ്ങുന്നത്. കാരണം അത്ര കണ്ടായിരുന്നു വി എസ് അവിടെ ചെല്ലുന്ന ആൾക്കാരെ അവരുടെ കാര്യങ്ങൾ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്തിരുന്നത്. വളരെ നന്ദി. ലതീഷാണ് വി എസിനെ ഓർത്തെടുത്തത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് മീഡിയ 1.